ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടർച്ച. അടുത്ത പ്രഭാതത്തിൽ എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും രാജകൊട്ടാരത്തിൽ ഒന്നിച്ചുകൂടി രാജാവിൻ്റെ ഒരു സുതനെ ആ ദിനം തന്നെ സിംഹാസനാരോഹണം ചെയ്യിക്കണമെന്ന് പുരോഹിതന്മാരോട് നിർബന്ധപൂർവം നിഷ്കർഷിച്ചു. ഋഷിവര്യന്മാരായ വസിഷ്ഠൻ, വാമദേവൻ, മാർക്കണ്ഡേയൻ, കശ്യപൻ, ഗൗതമൻ എന്നിവരെ അഭിസംബോധന ചെയ്ത് ദ്വിജന്മാർ അരാജകത്വം സൃഷ്ടിക്കുന്ന ആപത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. രാജാവില്ലാത്ത ഒരു സാമ്രാജ്യം അഭിശപ്തമാകും. എല്ലാവിധ ദുർമാർഗികളും കൊള്ളക്കാരും ഈ അവസരത്തെ മുതലാക്കിക്കൊണ്ട് അക്രമങ്ങൾ അഴിച്ചുവിടും. രാജാവില്ലാത്ത സാമ്രാജ്യത്തിൽ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും. പുത്രന്മാർ പിതാവിനെ ധിക്കരിക്കും. മതപരമായ ചടങ്ങുകൾ തീർത്തും ലോപിച്ച് അന്യോന്യം ചൂഷണം ചെയ്യുന്നതിൽ മാത്രമാകും മനുഷ്യന്റെ ശ്രദ്ധ. ഋഷിമാരുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ പറയുന്നത് പരമസത്യമത്രേ. കാരണം രാജാവാണ് നന്മയുടെയും തിന്മയുടെയും ഇടയ്ക്ക് ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്. നല്ലൊരു ഭൂപതിയില്ലാത്ത രാജ്യത്തെ ജനങ്ങൾ മേയ്ക്കുവാൻ ഇടയനില്ലാത്ത നാൽക്കാലികളെപ്പോലെ അത്രേ. അനന്തരം വസിഷ്ഠൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. ഭരതനാവണം അനന്തരാവകാശിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സിംഹാസനാരോഹണം എത്രയും പെട്ടെന്ന് നടത്തണം. ദൂതന്മാരെ അതിശീഘ്രം കേകയ തലസ്ഥാനമായ ഗിരിവ്രജത്തിലേക്ക് അയച്ച് ഭരത ശത്രുഘ്നന്മാരെ അയോധ്യയിലേക്ക് വരുത്തുക. എല്ലാ ബ്രാഹ്മണരും മന്ത്രിമാരും അതിനോട് യോജിച്ചു. ഭരത, അയോധ്യയിൽ അങ്ങയുടെ സാന്നിധ്യം അനിവാര്യമായിരിക്കുന്നു എന്ന സന്ദേശത്തോടെ അപ്പോൾ തന്നെ ദൂതന്മാർ അയക്കപ്പെട്ടു. ദൂതന്മാർ ആ നഗരത്തിൽ പ്രവേശിച്ച രാത്രി ഭരതന് ദുസ്വപ്നങ്ങളുടെ കാളരാത്രിയായിരുന്നു. വിഷാദവിവശനായി ഉണർന്നെഴുന്നേറ്റ ഭരതനോട് ശത്രുഘ്നൻ കാരണമാരാഞ്ഞപ്പോൾ ഭരതൻ ആ സ്വപ്നങ്ങളെക്കുറിച്ച് വിവരിച്ചു. ഇന്നലെ രാത്രി എൻ്റെ സ്വപ്നത്തിൽ പാറിപ്പറന്ന തലമുടിയോടെ അത്യന്തം ദുഃഖിതനായി അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് മലമുകളിൽ നിന്നിരുന്ന അദ്ദേഹം അങ്ങ് താഴെയുള്ള ചാണകക്കുഴിയിൽ പതിച്ചു. ആ കുഴിയിൽ കിടന്ന് കൈകളിട്ടടിച്ച് പിടഞ്ഞ അച്ഛൻ പിന്നീട് സ്വന്തം കൈക്കുമ്പിളിൽ നിന്ന് എണ്ണ കുടിക്കുകയും ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ദേഹമാസകലം എണ്ണ വാരിത്തേച്ച് ആ എണ്ണയിൽ തന്നെ പാകം ചെയ്ത അന്നം അദ്ദേഹം ഭക്ഷിക്കുവാൻ തുടങ്ങി. അതു കഴിഞ്ഞപ്പോൾ രംഗം മാറി. സാഗരം വറ്റിയതായും ചന്ദ്രൻ ഭൂമിയിലേക്ക് പതിച്ചതായും ഞാൻ കണ്ടു. ഇരുളടഞ്ഞ ഭൂതലത്തിൽ അലഞ്ഞുതിരിയുന്ന രാക്ഷസന്മാരെയും അഗ്നിയും ലാവയും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെയും ഞാൻ കണ്ടു. ഈ രംഗവും അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ അച്ഛൻ്റെ കൊമ്പനാനകൾ ദന്തങ്ങളൊടിഞ്ഞ് നിൽക്കുന്നതാണ്. ശ്യാമവർണ്ണമുള്ള യുവതികൾ എൻ്റെ അച്ഛനെ ശല്യം ചെയ്യുന്നു. അച്ഛനാണെങ്കിൽ ദേഹമാസകലം രക്തചന്ദനം പൂശി കറുത്ത വസ്ത്രം ധരിച്ച് ചുവന്ന പുഷ്പഹാരമണിഞ്ഞ് ഇരുമ്പ് കൊണ്ടുള്ള ഒരു സിംഹാസനത്തിലിരിക്കുന്നു. അവസാനത്തെ കാഴ്ച കഴുതകൾ അതിവേഗം വലിക്കുന്ന രഥത്തിലിരുന്ന് തെക്കോട്ട് പോകുന്ന അച്ഛനെയാണ്. ഈ ഘോര സ്വപ്നം കണ്ടതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് സ്പഷ്ടമായി. എൻ്റെ അച്ഛനോ ഞാനോ എൻ്റെ സഹോദരനോ ഉടൻ തന്നെ മൃതിയടയുവാൻ സർവ്വസാധ്യതയുമുണ്ട്. അകാരണമായ ഒരു ഭീതി എൻ്റെ ഹൃദയത്തെ സദാ മതിക്കുന്നു. എൻ്റെ സ്വരം കർക്കശവും എൻ്റെ വർണ്ണം വിളറിയതുമായിരിക്കുന്നു. എൻ്റെ മനസ്സ് ഒരിടത്തും ഉറയ്ക്കുന്നില്ല. ലജ്ജയും വെറുപ്പും ഒരു കാരണവും കൂടാതെ എന്നെ കീഴ്പ്പെടുത്തുന്നു. ചിന്തിക്കും തോറും എനിക്ക് ദൃഢതയേറി വരുന്നു. ഈ സ്വപ്നങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെയാണ്. ഭരതൻ ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കവേ അയോധ്യാദൂതന്മാർ അറയ്ക്കുള്ളിലേക്ക് കടന്നു വന്നു. മഹാരാജാവ് അശ്വപതിയെയും ഭരതനെയും നമസ്കരിച്ച ശേഷം അവർ ദൂതറിയിച്ചു: അല്ലയോ രാജകുമാര, വസിഷ്ഠമുനി, മന്ത്രിമാർ ആദിയായവർ താങ്കളോട് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോരേണമെന്ന് ആവശ്യപ്പെടുന്നു. അയോധ്യയിൽ അങ്ങയുടെ സാന്നിധ്യം അനിവാര്യമായ ഒരു സന്ദർഭം സമാഗതമായിരിക്കുന്നു. ഭരതൻ തൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരെക്കുറിച്ച് അത്യാകാംക്ഷയോടെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ദൂതന്മാർ അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് എല്ലാവർക്കും സൗഖ്യമാണെന്ന് അറിയിച്ചു. ഭരതൻ അപ്പോൾ തന്നെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. അശ്വപതി രാജാവ്
വളരെയധികം അമൂല്യ വസ്തുക്കൾ സമ്മാനമായി നൽകി. ഭരതന് പക്ഷേ അവയൊന്നും ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. വസിഷ്ഠമുനിയുടെ സന്ദേശത്തിലെ തിടുക്കവും ദുസ്വപ്നങ്ങളും സമ്മാനിച്ച ഉൾക്കാഴ്ചകളും ഭരതനെ വല്ലാതെ കീഴടക്കി. യാത്രയുടെ 7-ാം ദിനത്തിലാണവർ അയോധ്യയുടെ അതിർത്തിയിൽ എത്തിയത്. വളരെ ദൂരെ നിന്ന് തന്നെ ആ നഗരത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കാമായിരുന്നു. സർവരും ശോകമൂകരായി നിലകൊള്ളുന്നതാണ് ഭരതൻ കണ്ടത്. ആരും തന്നെ സ്വന്തം കടമകൾ നിർവഹിക്കാതിരിക്കുന്നതിനാൽ നഗരത്തിൻ്റെ അവസ്ഥ അത്യന്തം ശോചനീയമായിരുന്നു. അവഗണനയുടെയും വൃത്തിഹീനതയുടെയും കാഴ്ചകളാണ് എങ്ങും ഭരതനെ വരവേറ്റത്. വർദ്ധിച്ച ഭയത്തോടെ ഭരതൻ ആദ്യം കയറി ചെന്നത് പിതാവിൻ്റെ കൊട്ടാരക്കെട്ടിലേക്കായിരുന്നു. അറയിൽ അച്ഛനെ കാണാത്തതിനാൽ ഭരതൻ ധൃതിയിൽ അമ്മയുടെ വസതിയിലെത്തി. മകനെ പിരിഞ്ഞിരുന്ന കൈകേയി ഭരതനെ കണ്ടതും അത്യാഹ്ലാദത്തോടെ ചാടി എഴുന്നേറ്റു. കാൽ തൊട്ടു വന്ദിച്ച ഭരതനെ എഴുന്നേൽപ്പിച്ച് സ്വന്തം മടിയിൽ വാത്സല്യത്തോടെ ഇരുത്തി കൈകേയി. അമ്മയുടെ അന്വേഷണങ്ങൾക്ക് ഉത്തരമായി ഭരതൻ പറഞ്ഞു, അമ്മയുടെ അച്ഛൻ സൗഖ്യമായിട്ടിരിക്കുന്നുവെന്ന്. അതിനുശേഷം ഭരതൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ എങ്ങനെയിരിക്കുന്നു? അച്ഛൻ്റെ മുറിയിൽ അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. വളരെ ശാന്തതയോടെ കൈകേയി പറഞ്ഞു, പ്രിയവത്സ, നിന്റെ പിതാവ് ദിവംഗതനായിരിക്കുന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഭരതൻ നിലത്തു വീണു. കൈകേയി അവനെ വാരി അണച്ചു നിർത്തി. മകനെ, നീ ഇങ്ങനെ വിഭ്രാന്തിക്കടിമയാകരുത്. വിദ്യാസമ്പന്നനായ ഒരുവൻ ഏതവസ്ഥയിലും മനോനിയന്ത്രണം കൈവെടിയരുത്. കണ്ണീരോടെ ഭരതൻ അന്വേഷിച്ചു, എൻ്റെ പിതാവ് എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം എനിക്കായി എന്തെങ്കിലും സന്ദേശം തന്നുവോ? അമ്മേ, വേഗം ഒരു ദൂതനെ അയച്ച് രാമനെ എൻ്റെ ആഗമന വിവരം അറിയിക്കുക. ഒരു ശുഭവാർത്ത അറിയിക്കുന്ന ലാഘവത്തോടെ കൈകേയി മറുപടി പറഞ്ഞു. സീതാ ലക്ഷ്മണന്മാരാൽ അനുധാവനം ചെയ്യപ്പെട്ട രാമൻ മരവുരി അണിഞ്ഞ് വനവാസത്തിന് പോയിരിക്കുകയാണ്. നാടുകടത്തപ്പെട്ട ഓമനപുത്രനെ പിരിഞ്ഞു ജീവിക്കുക നിന്റെ അച്ഛന് അസഹ്യമായതിനാൽ അദ്ദേഹം സീത, രാമ, ലക്ഷ്മണ എന്ന് തുടരെ നിലവിളിച്ച് മരണത്തെ പുൽകുകയാണ് ചെയ്തത്. ഭരതൻ ആരാഞ്ഞു, രാമനെ എന്തിനാണ് നാടുകടത്തിയത്? അത്രയ്ക്ക് ഭയങ്കരമായ എന്തു കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? അറിയാതെ ഏതെങ്കിലും ബ്രാഹ്മണനെ കൊല്ലുകയോ വസ്തുവകകൾ അപഹരിക്കുകയോ ഉണ്ടായോ? തൻ്റെ ചെയ്തികളെല്ലാം സ്വന്തം സാമർഥ്യത്തിന് ദൃഷ്ടാന്തങ്ങളാണെന്നായിരുന്നു കൈകേയി വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തെല്ലും ലജ്ജയോ ഭയമോ കൂടാതെ സംഭവിച്ചതെല്ലാം വിശദമായി തന്നെ അവൾ ഭരതനെ ധരിപ്പിച്ചു. നിന്റെ അസാന്നിധ്യത്തിൽ വളരെ തിടുക്കത്തിൽ ദശരഥൻ പ്രഖ്യാപിച്ചു, അടുത്ത ദിനത്തിൽ തന്നെ രാമനെ സിംഹാസനാരോഹണം ചെയ്യിക്കുകയാണ് എന്ന്. കൗസല്യയുടെയും കൗസല്യാപുത്രൻ്റെയും ആദീശത്വത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഞാനൊരു ഉപായം അവലംബിച്ചു. പണ്ടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കാത്തുരക്ഷിച്ചപ്പോൾ പാരിതോഷികമായി അന്നു തന്ന 2 വരങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രയോജനപ്പെടുത്തി. അതിൽ ഒരു വരം നിന്നെ രാജാവാക്കുവാനും 2ാമത്തെ വരം രാമനെ 14 വർഷത്തേക്ക് നാടുകടത്തുവാനും ഞാൻ ഉപയോഗിച്ചു. ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ രാമനായിരുന്നുവല്ലോ. അതുകാരണം രാമവിരഹത്താൽ ഹൃദയം തകർന്ന അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. എൻ്റെ ഓമന മകനെ, അച്ഛൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്തു തീർന്ന ഉടൻ ഈ ദിനത്തിൽ തന്നെ നീ സിംഹാസനസ്ഥനാവണം. ദുഃഖം വെടിഞ്ഞ് ധൈര്യം സംഭരിക്കൂ. സത്യങ്ങളെല്ലാം അറിവായപ്പോൾ ഭരതൻ വർദ്ധിച്ച ക്രോധത്തോടെ സ്വമാതാവിനെ ഭർജിക്കുവാൻ തുടങ്ങി. നീച സ്ത്രീയെ, ഈ ഭൂലോകത്തിൻ്റെ സർവനാശത്തിനായിക്കൊണ്ട് ജന്മമെടുത്ത കാളിയാണ് നീ. എൻ്റെ അച്ഛനെ നീ വധിച്ചു. എൻ്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട രാമനെ നീ നാടുകടത്തി. ഈ സിംഹാസനം നീ വച്ചു നീട്ടുമ്പോൾ സാമോദം ഞാനത് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ദുഷിച്ചതാണോ നിന്റെ ഹൃദയം? എൻ്റെ ആജന്മ ശത്രുവാണു നീ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഒക്കെയുമായി നരകപ്രവേശം ചെയ്യേണ്ടുന്നവളാണ് നീ. പാപിയായ സ്ത്രീയെ, നിന്റെ മോഹം ഞാൻ സാധിപ്പിച്ചു തരുമെന്ന് സ്വപ്നേന പോലും കരുതേണ്ട. എത്രയും ശീഘ്രം ഞാൻ വനത്തിൽ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി ആജീവനാന്തം അദ്ദേഹത്തിൻ്റെ പരിചാരകനായി വാഴും. കാരണം അതാണ് എനിക്ക് അവകാശപ്പെട്ട സ്ഥാനവും എൻ്റെ പരമോന്നത ലക്ഷ്യവും. കഠിനഹൃദയെ,
ഒരേ ഒരു പുത്രനെ നഷ്ടപ്പെട്ട കൗസല്യയുടെ ദുഃഖം നിനക്കെന്താണ് മനസ്സിലാകാതെ പോയത്? അധമ സ്ത്രീയെ, രാമനെ ഞാൻ മടക്കിക്കൊണ്ടുവരുമെന്ന് മാത്രമല്ല, രാമനും എൻ്റെ അച്ഛനും സത്യഭ്രംശം വരാതിരിക്കുവാൻ ഞാൻ രാമനു വേണ്ടി 14 വർഷം വനവാസം അനുഷ്ഠിക്കുന്നതുമായിരിക്കും. ആളിക്കത്തുന്ന ക്രോധം നിമിത്തം ഭരതൻ ഒരു സർപ്പത്തെപ്പോലെ ചീറ്റുവാൻ തുടങ്ങി. എങ്കിലും താങ്ങാനാവാത്ത വ്യഥയാലും വികാര വിക്ഷുബ്ധതയാലും അവൻ ബോധമറ്റ് നിലത്ത് വീണു. വളരെ നീണ്ട ഇടവേളയ്ക്കു ശേഷം ബോധം വീണ്ടു കിട്ടിയ ഭരതൻ തന്നെ വലയം ചെയ്തു നിന്ന മന്ത്രിമാരോട് ഇവണ്ണം പറഞ്ഞു: രാമന്റെ സേവകനായി മാത്രം എന്നെ കരുതുന്ന ഞാൻ ഒരിക്കലും ചക്രവർത്തി പദം മോഹിക്കുകയില്ല. വളരെ ദൂരെ വസിച്ചിരുന്നതിനാൽ അമ്മയുടെ ഗൂഢതന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. ദയവ് ചെയ്ത് എന്നെ വിശ്വസിച്ചാലും രാമന്റെ നാടുകടത്തിലുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. കൈകേയിയുടെ മോഹങ്ങളൊന്നും തന്നെ എൻ്റെ മോഹങ്ങളല്ല ഒരിക്കലും. താൻ പണിപ്പെട്ടു നേടിയ ഭാഗ്യങ്ങളുടെ നേർക്ക് ഭരതൻ കാണിച്ച അവഗണന കൈകേയിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു. മോഹങ്ങൾ തകർന്ന് തരിപ്പണമായി. സംഭവങ്ങളുടെ ദിശ പാടെ മാറിപ്പോയത് കണ്ട് അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി വീണു. ഭരതന്റെ ആഗമനത്തെക്കുറിച്ചറിഞ്ഞ കൗസല്യ ഭരതനെ കാണാൻ പുറപ്പെട്ടു. അതേസമയം കൗസല്യയെ കാണുവാൻ ഭരത ശത്രുഘ്നന്മാർ ആ ദിക്കിലേക്ക് പോവുകയായിരുന്നു. പാതിവഴിയിൽ ബോധം കെട്ട് കിടക്കുന്ന കൗസല്യയെയാണ് ഭരതശത്രുഘ്നന്മാർ കണ്ടത്. കൗസല്യയെ തറയിൽ നിന്നുയർത്തി ആലിംഗനം ചെയ്തപ്പോൾ മെല്ലെ മിഴി തുറന്ന കൗസല്യ ഭരതനോട് പരിഹാസരൂപേണ പറഞ്ഞു: സാമ്രാജ്യം അനുഭവിച്ച് ആസ്വദിക്കുവാൻ വന്നിരിക്കുകയാണ് നീയല്ലേ? നീ എന്നും മോഹിച്ചിരുന്ന സാമ്രാജ്യം. കാര്യങ്ങളെല്ലാം ആശിച്ച പോലെ ഭംഗിയായി ഒത്തുവന്നതിൽ അത്യാഹ്ലാദവാനായിരിക്കും നീ. കാലുഷ്യം നിറഞ്ഞ ഈ വാക്കുകൾ കേട്ടതും ഭരതൻ അല്പനേരം മനോവേദനയാൽ നിശബ്ദനായി നിന്നുപോയി. മനസാന്നിധ്യം വീണ്ടെടുത്ത് കൗസല്യയുടെ പാദനമസ്കാരം ചെയ്തതിനു ശേഷം ഭരതൻ പ്രതികരിച്ചു: പ്രിയ മാതാവേ, രാമന്റെ നാടുകടത്തലുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. കൈകേയിയുടെ ഗൂഢാലോചനയെക്കുറിച്ച് എനിക്ക് രൂപമേതുമുണ്ടായിരുന്നില്ല. രാമനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അമ്മയ്ക്കറിയില്ലേ? അച്ഛൻ്റെ മരണവും രാമൻ്റെ നാടുകടത്തലും എന്നെ എന്തുമാത്രം ദുഃഖിതനാക്കിയിരിക്കുന്നുവെന്ന് അമ്മ കാണുന്നില്ലേ? അമ്മയെ ബോധ്യപ്പെടുത്തുന്നതിനായി മാത്രം ഞാൻ ഈ പ്രതിജ്ഞാവാചകം അത്യന്തം ഭക്തിയോടെ ഉരുവിടുന്നു. രാമനെ നാടുകടത്തുക എന്ന നീചപ്രവൃത്തിയിൽ കൈകേയിക്ക് സഹായിയായി നിന്നതാരായാലും അവരിൽ രാജഹത്യ, ഗോഹത്യ, സ്ത്രീഹത്യ, ശിശുഹത്യ, വൃദ്ധഹത്യ എന്നീ പാപഫലങ്ങൾ പതിക്കട്ടെ. സത്തുക്കൾ അവനെ തീർത്തും അവഗണിക്കട്ടെ. സന്താനഭാഗ്യമില്ലാത്തവനാകട്ടെ. തീവെപ്പുകാരൻ, സുഹൃത്തിനെ ചതിക്കുന്നവൻ, അന്യായം വിധിക്കുന്ന മധ്യസ്ഥൻ എന്നിവർക്ക് ലഭിക്കുന്ന അതേ ശിക്ഷ അവന് ലഭിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, രാമനാണെൻ്റെ ജീവനും ജീവിതവും. രാമൻ്റെ പാദസേവയ്ക്ക് സമർപ്പിക്കുവാൻ മാത്രമുള്ളതാണ് എൻ്റെ ഈ ജന്മം. ഇതെല്ലാം കേൾക്കവേ ഭരതനെക്കുറിച്ച് കൗസല്യയ്ക്കുണ്ടായിരുന്ന സംശയങ്ങൾ പാടെ മാഞ്ഞുപോയി. കൗസല്യ അവനെ എഴുന്നേൽപ്പിച്ച് മടിയിൽ അവൻ്റെ ശിരസ് ചേർത്ത് പിടിച്ച് തലോടുകയും രാമനെയോർത്ത് ഉച്ചത്തിൽ വിലപിക്കുകയും ചെയ്തു. രണ്ടാനമ്മയുടെ ദീനവിലാപം ഭരതൻ്റെ സന്താപത്തെ അധികരിപ്പിച്ചു. അവർ രണ്ടുപേരും പരസ്പരം സാന്ത്വനമേകി ആ നിശാവേള തള്ളി നീക്കി. അടുത്ത പ്രഭാതത്തിൽ അവിടെ എത്തിയ വസിഷ്ഠമുനി ദശരഥന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കുന്നതിന് ഭരതനെ പ്രാപ്തനാക്കിയെടുത്തു. എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്ത ശരീരം മനോഹരമായി അലങ്കരിച്ച പല്ലക്കിൽ കിടത്തി. പക്ഷേ അച്ഛൻ്റെ ചേതസറ്റ ശരീരം കണ്ടപ്പോൾ ഭരതൻ വീണ്ടും വിവശനായി തേങ്ങിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മൃതശരീരത്തോട് പലതും പുലമ്പുവാൻ ആരംഭിച്ചു. വീണ്ടും വസിഷ്ഠന് ഭരതനോട് ശാന്തനായി ശവസംസ്കാര ചടങ്ങുകൾ യഥാവിധി പൂർത്തിയാക്കുവാൻ ഉപദേശിക്കേണ്ടതായി വന്നു. പുഷ്പങ്ങൾ വിതറിയ വഴിയെ വൻ ജനാവലിയുടെ അകമ്പടിയോടെ മൃതശരീരം കിടത്തിയ പല്ലക്ക് മുന്നോട്ട് നീങ്ങി. ചിതയൊരുക്കിയത് ചന്ദനം, അകിൽ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കൊണ്ടായിരുന്നു. ബ്രാഹ്മണർ സാമവേദ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കവേ മൃതദേഹം ചിതയിൽ വെച്ച് തീ കൊളുത്തി. അവരവരുടെ സ്ഥാനമാനങ്ങൾക്ക് യോജിച്ച രീതിയിൽ
രാജാവിൻ്റെ എല്ലാ ഭാര്യമാരും രഥങ്ങളിലും പല്ലക്കുകളിലും മറ്റുമായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തൽഫലമായി നൂറുകണക്കിന് മഹിളമാരുടെ ആർത്തരോദനം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. അഗ്നിനാളങ്ങൾ ദശരഥ ശരീരത്തെ സ്വന്തമാക്കിയ ശേഷം ഏവരും സരയൂ നദീക്കരയിലേക്ക് പോയി തീർത്ഥജലം കൊണ്ട് ഉദകക്രിയ ചെയ്തു. 10 ദിവസത്തെ പുല കഴിഞ്ഞ് ശുദ്ധനായതിനു ശേഷം ഭരതൻ 12-ാം ദിവസം ചില പിതൃകർമ്മക്രിയകൾ അനുഷ്ഠിച്ചു. അനന്തരം ദ്വിജന്മാർക്ക് ഉദാരമായ ദാനധർമ്മങ്ങളും നടത്തി. 13-ാം നാൾ പുലർച്ചെ സരയൂ നദിയിൽ നിമഗ്നം ചെയ്യേണ്ടതായ ചിതാഭസ്മം ശേഖരിക്കുവാനായിക്കൊണ്ട് ചിതക്കരികിലെത്തിയ ഭരതശത്രുഘ്നന്മാർ വീണ്ടും വർദ്ധിച്ച താപത്തിനടിമകളായി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണു. വേദനയിൽ പിടഞ്ഞുരുളുന്ന വേളയിലും അവർ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം, പ്രിയപ്പെട്ട അച്ഛാ, ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് എവിടെ പോയി മറഞ്ഞു എന്നായിരുന്നു. വസിഷ്ഠമുനി ഭരതനെ എഴുന്നേൽപ്പിച്ച് ഇപ്രകാരം ഉപദേശിച്ചു: പ്രിയ രാജകുമാര, ക്രിയകൾ ഇനിയും നിർവഹിക്കേണ്ടതുണ്ട്. ആയതിനാൽ അങ്ങ് സംയമനം പാലിക്കുക തന്നെ വേണം. ആദ്യമായി അച്ഛൻ്റെ ചിതയിൽ നിന്ന് അസ്ഥികളും ഭസ്മവും ശേഖരിക്കുക. ഭൂമി ശുദ്ധി വരുത്തിയ ശേഷം അവ സരയൂ നദിയിൽ ഒഴുക്കണം. ജീവിതത്തിലെ അവിഭാജ്യ ജോഡികളായ ജനനമരണം, സുഖദുഃഖം, ലാഭനഷ്ടം എന്നിവ ആർക്കും പ്രതിരോധിക്കാവുന്നവയല്ല എന്നറിയുന്ന താങ്കൾ എന്തിനാണിപ്രകാരം വ്യസനിക്കുന്നത്? മാത്രമല്ല, ഇത്തരത്തിലുള്ള വ്യസന പ്രകടനങ്ങൾ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച അങ്ങേക്ക് യോജിച്ചതുമല്ല. ഇതേപോലെ ശത്രുഘ്നെയും ആശ്വസിപ്പിച്ചു വസിഷ്ഠൻ. കർമ്മനിർവഹണത്തിന് ശേഷം കൊട്ടാരത്തിലെത്തിയ നിമിഷം തന്നെ ഭരതൻ വനത്തിലേക്ക് പോയി രാമനെ മടക്കിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ശത്രുഘ്നൻ ചിന്തിച്ചു, ഏവർക്കും അത്യന്തം പ്രിയങ്കരനായിരുന്നിട്ടും രാമനെ നാടുകടത്തുവാൻ ദുഷ്ടയും സ്വാർത്ഥമതിയുമായ ഒരു സ്ത്രീക്ക് സാധിച്ചു. പക്ഷേ എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ് ഇക്കാര്യത്തിൽ കൈകേയേക്കാൾ വലിയ അപരാധി. ഈ മഹാദുരന്തം ഒഴിവാക്കുവാൻ അവൻ എന്തേ ഒന്നും ചെയ്തില്ല? തദവസരത്തിൽ കൂനിയായ ദാസി മന്ധര അവിടേക്ക് വന്നു. ഒരു മർക്കടത്തെപ്പോലെ വിരൂപിയായിരുന്നുവെങ്കിലും ദേഹമാസകലം ചന്ദനലേപം പുരട്ടി വിലയേറിയ ആടയാഭരണങ്ങൾ അണിഞ്ഞിരുന്നു അവൾ. രാമന്റെ ദുർവിധിക്ക് പിന്നിലെ യഥാർത്ഥ കുറ്റവാളി അവളാണെന്നറിഞ്ഞിരുന്ന ദ്വാരപാലകൻ അവളെ പിടികൂടി വലിച്ചിഴച്ച് ശത്രുഘ്നന്റെ മുന്നിലിട്ടു. ഇതാ രാമനെ നാടുകടത്തുവാൻ കൈകേയിയെ പ്രേരിപ്പിച്ച ദുർമന്ത്രവാദിനി. കൈകേയിയുടെ ഹൃദയത്തിൽ അസൂയാഗ്നി ആളിക്കത്തിച്ചത് ഇവളാണ്. അവിടുത്തെ പിതാവിൻ്റെ കൊലപാതകി. ഇവൾക്ക് അർഹമായ ശിക്ഷ നൽകിയാലും. ശത്രുഘ്നൻ മന്ധരയെ പ്രതികാര വാഞ്ചയോടെ കടന്നു പിടിച്ച് തറയിൽ വലിച്ചിഴയ്ക്കുവാൻ തുടങ്ങി. ആഭരണങ്ങളെല്ലാം പൊട്ടി അവിടെയെല്ലാം ചിന്നിച്ചിതറിയത് കണ്ട് അവളുടെ ദാസിമാരെല്ലാം ഭയന്ന് ഓടിയൊളിച്ചു. ശത്രുഘ്നൻ ആക്രോശിച്ചു, ഇത്രയും നാൾ ഞാൻ അടക്കി വച്ചിരുന്ന എൻ്റെ ക്രോധമത്രയും സ്വതന്ത്രമാക്കി മന്ധരയെയും കൈകേയിയെയും അവർ മറ്റുള്ളവർക്ക് നൽകിയ കൊടിയ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ പോവുകയാണ് ഞാൻ. ഭയന്നു വിറച്ച കൈകേയി അഭയത്തിനായി ഭരതന്റെ അരികിലേക്ക് ഓടി വന്നപ്പോൾ ഭരതൻ തൻ്റെ കനിഷ്ഠ സഹോദരനെ ഇവണ്ണം ഉപദേശിച്ചു: ഏതു പരിതസ്ഥിതിയിലും സ്ത്രീ ഹനിക്കപ്പെടുക നിഷിദ്ധമാണ്. രാമൻ എനിക്കൊരിക്കലും മാപ്പു തരികയില്ല എന്ന് തീർത്തും നിശ്ചയമുണ്ടായിരുന്നതിനാലാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവരെ സസന്തോഷം വധിച്ചേനെ. ദയവു ചെയ്ത് സംയമനം പാലിക്കുക. അനുസരണയോടെ ശത്രുഘ്നൻ മന്ധരയെ സ്വതന്ത്രയാക്കി. തേങ്ങിക്കരഞ്ഞുകൊണ്ടവൾ കൈകേയിയുടെ അരികത്തണഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ഭരതനാണിനി രാജാവെന്ന ധാരണയിൽ സ്തുതിപാഠകർ പള്ളി ഉണർത്തുവാനെത്തിയപ്പോൾ വർദ്ധിച്ച താപഭാരത്തോടെ ഭരതൻ അവരോട് പറഞ്ഞു: അയോധ്യാധിപൻ ഞാനല്ല. തത്സമയം വസിഷ്ഠമുനി രാജസഭയിൽ പ്രവേശിച്ച് മന്ത്രിമാർ, സൈന്യാധിപന്മാർ, പൗരമുഖ്യന്മാർ എന്നിവരോടുകൂടി ഭരതൻ അവിടേക്ക് വന്നു ചേരണമെന്ന് ആജ്ഞാപിച്ചു. അതനുസരിച്ച് ഭരതൻ രാജസഭ പുൽകിയപ്പോൾ ഏവരും ദശരഥനെ എന്ന പോലെ തന്നെ ഭരതനെയും ഹർഷാരവങ്ങളോടെ സ്വീകരിച്ചു. വസിഷ്ഠൻ പറഞ്ഞു: രാമലക്ഷ്മണന്മാർ നാടുകടത്തപ്പെടുകയും ദശരഥ മഹാരാജൻ ഇഹലോകവാസം വെടിയുകയും ചെയ്തതിനാൽ അയോധ്യ ഇന്ന് അനാഥമായി തീർന്നിരിക്കുന്നു. കൈകേയിയുടെ കുതന്ത്രങ്ങളിൽ അങ്ങേക്ക് യാതൊരു പങ്കുമില്ലെന്നും ദശരഥൻ അങ്ങയാണ്
അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചതെന്നും ഞങ്ങൾക്ക് അറിവുള്ളതാണ്. അങ്ങയുടെ സിംഹാസനാരോഹണത്തിനായിക്കൊണ്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആയതിനാൽ ഇന്നു തന്നെ സ്ഥാനാരോഹണത്തിന് അനുമതി നൽകിയാലും. ഈ അഭ്യർത്ഥന ഭരതഹൃദയത്തെ അതികഠിനമായി വ്രണപ്പെടുത്തി. നിറകണ്ണുകളോടെ ഭരതൻ മറുപടി പറഞ്ഞു: ഋഷിവര്യന്മാരെ, ജ്യേഷ്ഠപുത്രനാണ് രാജ്യഭരണാധികാരം എന്നത് നമ്മുടെ രാജവംശത്തിൻ്റെ ആചാരമത്രേ. ഇത് താങ്കളേവർക്കും സ്പഷ്ടമായിട്ടറിവുള്ളതാണ്. രാമന്റെ സേവകനായി സ്വയം കരുതുന്ന എനിക്ക് രാമന്റെ ജന്മാവകാശമായ സിംഹാസനം പിടിച്ചെടുക്കുക എന്നത് ചിന്തിക്കുക പോലും അസാധ്യം. എത്രയും പെട്ടെന്ന് വനത്തിൽ പോയി രാമനെ അയോധ്യയിലേക്ക് മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതിൽ ഞാൻ പരാജിതനാകുന്ന പക്ഷം ലക്ഷ്മണനെ പോലെ ഞാനും രാമൻ്റെ ഒപ്പം വനവാസം അനുഷ്ഠിക്കുന്നതായിരിക്കും. എത്രയും ശീഘ്രത്തിൽ പ്രബലമായ ഒരു സൈന്യം സജ്ജീകരിക്കുക. വിദഗ്ധരെ അയച്ച് പാതകളില്ലാത്തിടത്ത് അവ നിർമ്മിക്കുക. ഒരു തടസ്സവും കൂടാതെ നമുക്ക് ഗംഗാതീരത്തെത്തേണം. ഭരതന്റെ വികാരസാന്ദ്രമായ ഭാഷണം കേട്ടുനിന്ന എല്ലാ ജനങ്ങളുടെയും മിഴികൾ കണ്ണീരണിഞ്ഞു. അവൻ്റെ നിശ്ചയദാർഢ്യം കണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞു. സർവരുടെയും സമ്മതവും അനുഗ്രഹാശിസ്സുകളും ലഭിച്ചപ്പോൾ ഭരതന്റെ നയനങ്ങൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. അതുകഴിഞ്ഞ് മന്ത്രിമാർ എല്ലാവിധ നിർമ്മാണ തൊഴിലാളികളെയും കൈപ്പണിക്കാരെയും വിളിച്ചുകൂട്ടി. താമസം വിന ഒരു വലിയ സംഘം പണിക്കാർ രാജപാത നിർമ്മിക്കുവാനായി അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് പോയി. പണിക്കാർ ആദ്യമായി മരങ്ങൾ മുറിച്ച് അവയുടെ വേരുകൾ തോണ്ടിയെടുത്തു. എന്നിട്ട് എല്ലാ കുഴികളും നികത്തിയെടുത്തു. പുഴകൾക്ക് കുറുകെ പാലങ്ങൾ കിട്ടി. പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഇരുവശത്തും നിരനിരയായി പുഷ്പവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കുവാനായി അണക്കെട്ടുകൾ പടുത്തുയർത്തി. പണികൾ പൂർത്തിയായതും അയോധ്യ മുതൽ ഗംഗാതീരം വരെ നീണ്ടുകിടന്നിരുന്ന ആ രാജവീതി മുഴുവനും ചന്ദനത്തൈലം ചേർത്ത പരിമള ജലം തളിച്ച് സുഗന്ധപൂർണമാക്കി. യാത്രക്കാരുടെ വിശ്രമത്തിനായി വൻ കൂടാരങ്ങൾ പണിതു. അവയെ സംരക്ഷിക്കുവാൻ ചുറ്റും വേലിയും കിടങ്ങുകളും ഉണ്ടാക്കി. ദേവന്മാർക്ക് പോലും സഞ്ചാരയോഗ്യമായിരുന്ന ആ രാജപാതകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാർത്തെടുത്തത്. അടുത്ത ദിനം സുമന്ത്രൻ തേരുമായി വന്നു. വിപുലമായ ഒരു സൈന്യത്തിൻ്റെ അകമ്പടിയോടെ അവർ യാത്രയാരംഭിച്ചു. വെവ്വേറെ തേരുകളിൽ യാത്ര ചെയ്തിരുന്ന കൗസല്യ, സുമിത്ര, കൈകേയി എന്നിവർ ഏക മനസ്സോടെ രാമന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാമനെ കാണാനുള്ള ആർത്തിയാൽ മറ്റനേകം പൗരന്മാരും ഭരതനെ അനുഗമിച്ചു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.